സ്വാഗതം ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്മാർട്ട് വിന്നർ യൂട്യൂബ് ചാനലിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് LDC മെയിൻ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള, അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ പ്രാഥമിക പരീക്ഷയ്ക്ക് കൂടി ഉപയോഗിക്കാവുന്ന ഒരു മോക്ക് ടെസ്റ്റാണ്. അപ്പോൾ 70 ക്വസ്റ്റ്യൻസാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ 70 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലായ്പ്പോഴും ചെയ്യുന്നത് പോലെ ക്വസ്റ്റ്യൻ പറഞ്ഞതിന് ശേഷം 5-6 സെക്കൻഡുകൾക്കുള്ളിൽ ഉത്തരമുണ്ടാവും. അപ്പോൾ അതിനുള്ളിൽ നിങ്ങൾ ഉത്തരം കണ്ടെത്തുക നമ്മുടെ ഇന്നത്തെ മോക്ക് ടെസ്റ്റിലേക്ക്. ഫ്രണ്ട്സ്, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ദേശീയ സംസ്ഥാന പാതയോരങ്ങളിലും മറ്റും ടോയ്ലറ്റുകളോട് കൂടിയ വിശ്രമ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയുടെ പേരെന്ത്? ഓപ്ഷൻ ഡി, ടേക്ക് എ ബ്രേക്ക് പദ്ധതിയാണ്. ദേശീയ സംസ്ഥാന പാതയോരങ്ങളിലും മറ്റും ടോയ്ലറ്റുകളോട് കൂടിയ വിശ്രമ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്ന സംസ്ഥാന സർക്കാർ പദ്ധതിയുടെ പേരാണ് ടേക്ക് എ ബ്രേക്ക് പദ്ധതി. അതുപോലെ ഫ്രണ്ട്സ്, ഏതൊരു PSC പരീക്ഷയ്ക്കും നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന രീതിയിൽ kerala.pscwinner.co.in എന്ന നമ്മുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ ക്വിസുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാ PSC പരീക്ഷകൾക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ക്വിസുകളാണ്. ഈ ക്വിസുകളുടെ വെബ്സൈറ്റ് ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിച്ച് വെബ്സൈറ്റ് ക്വിസുകൾ കൂടി മാക്സിമം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ISROയുടെ ആദ്യ സമ്പൂർണ്ണ വാണിജ്യ ഉപഗ്രഹ വിക്ഷേപണ ദൗത്യം ഏത്? ഓപ്ഷൻ സി, PSLV C-51 ആണ്. ISROയുടെ ആദ്യ സമ്പൂർണ്ണ വാണിജ്യ ഉപഗ്രഹ വിക്ഷേപണ ദൗത്യമാണ് PSLV C-51. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 2021 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ വേദി ഏത്? ഓപ്ഷൻ എ, ഹരിയാന സംസ്ഥാനത്താണ് 2021 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ വേദി ഹരിയാന സംസ്ഥാനം. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 2021 ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിൻ്റെ വേദി ഏത് സംസ്ഥാനമാണ്? ഓപ്ഷൻ ബി, കർണാടക സംസ്ഥാനമാണ് 2021 ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിൻ്റെ വേദി കർണാടക സംസ്ഥാനം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. 2021 ഫെബ്രുവരിയിൽ ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ ജെൻഡർ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ ബി, കോഴിക്കോടാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ജെൻഡർ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോഴിക്കോട് വെള്ളിമാട് കുന്നിലാണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഓസോൺ പാളിയുടെ നാശത്തിന് കാരണമാകുന്ന മേഘങ്ങളാണ് ഡാഷുകൾ. ഓപ്ഷൻ സി, നാക്രിയസ് മേഘങ്ങളാണ്. ഓസോൺ പാളിയുടെ നാശത്തിന് കാരണമാകുന്ന മേഘങ്ങളാണ് നാക്രിയസ് മേഘങ്ങൾ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 10 സിദ്ധാന്തങ്ങൾ ഏത് പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ഡി, ആര്യ സമാജവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 10 സിദ്ധാന്തങ്ങൾ ആര്യ സമാജവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ദയാനന്ദ സരസ്വതി സ്ഥാപിച്ച ആര്യ സമാജവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു 10 സിദ്ധാന്തങ്ങൾ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഭൗമാന്തരീക്ഷ പിണ്ഡത്തിൻ്റെ 80% കാണപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലം ഏത്? ഓപ്ഷൻ എ, ട്രോപ്പോസ്ഫിയറിലാണ്. ആദ്യത്തെ മണ്ഡലമായ ട്രോപ്പോസ്ഫിയറിലാണ് നാം അധിവസിക്കുന്ന മണ്ഡലമായ ട്രോപ്പോസ്ഫിയറിലാണ് ഭൗമാന്തരീക്ഷ പിണ്ഡത്തിൻ്റെ 80% കാണപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലമാണ് ട്രോപ്പോസ്ഫിയർ. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ. UN പൊതുസഭയുടെ ആദ്യ വനിതാ പ്രസിഡന്റായി വിജയലക്ഷ്മി പണ്ഡിറ്റ് തിരഞ്ഞെടുക്കപ്പെട്ട വർഷമേത്? ഓപ്ഷൻ സി, 1953 UN പൊതുസഭയുടെ ആദ്യ വനിതാ പ്രസിഡന്റായിട്ട് വിജയലക്ഷ്മി പണ്ഡിറ്റ് തിരഞ്ഞെടുക്കപ്പെട്ട വർഷമാണ് 1953. പത്താമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 1966 താഷ്കന്റ് കരാറിന് മാധ്യസ്ഥം വഹിച്ചത് ആര്? ഓപ്ഷൻ ഡി, അലക്സി കോസിഗിനാണ്. 1966 നടന്ന താഷ്കന്റ് കരാറിന് മാധ്യസ്ഥം വഹിച്ചത് ആരാണ്? അലക്സി കോസിഗിൻ. അന്നത്തെ USSRൻ്റെ പ്രീമിയറാണ് അലക്സി കോസിഗിൻ. അപ്പോൾ നമുക്കറിയാം 1966 താഷ്കന്റ് കരാർ ഒപ്പുവെച്ചത് ഇന്നുള്ള ഏത് രാജ്യത്ത് വെച്ചാണ്? ഉസ്ബെക്കിസ്ഥാനിൽ വെച്ചാണ്. ഉസ്ബെക്കിസ്ഥാൻ്റെ തലസ്ഥാനമായ താഷ്കൻഡിൽ വെച്ചാണ് 1966 താഷ്കൻഡ് കരാർ ഒപ്പിട്ടത്. 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 3F ഗ്രന്ഥി എന്നറിയപ്പെടുന്ന മനുഷ്യ ശരീരത്തിലെ ഗ്രന്ഥി ഏത്?
ഓപ്ഷൻ ഡി അഡ്രിനൽ ഗ്രന്ഥിയാണ്. 3F ഗ്രന്ഥി എന്നറിയപ്പെടുന്ന മനുഷ്യ ശരീരത്തിലെ ഗ്രന്ഥിയാണ് അഡ്രിനൽ ഗ്രന്ഥി. 3F സ്റ്റാൻഡ്സ് ഫോർ ഫ്രൈറ്റ്, ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ്. 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി എന്ന കൃതിയുടെ കർത്താവാര്? ഓപ്ഷൻ സി രാമചന്ദ്ര ഗുഹയാണ്. ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി എന്ന കൃതിയുടെ കർത്താവ് രാമചന്ദ്ര ഗുഹ. 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ആൻഡമാൻ ദ്വീപുകളിലെ ഏറ്റവും ചെറിയ ദ്വീപ് ഏത്? ഓപ്ഷൻ ഡി കർലു ദ്വീപാണ്. ആൻഡമാൻ ദ്വീപുകളിലെ ഏറ്റവും ചെറിയ ദ്വീപാണ് കർലു ദ്വീപ്. 14ാമത്തെ ക്വസ്റ്റ്യൻ. വൃത്താകൃതിയിലുള്ള സ്റ്റാമ്പ് പുറത്തിറക്കിയ ആദ്യ രാജ്യം ഏത്? ഓപ്ഷൻ എ ഇന്ത്യയാണ്. ലോകത്ത് വൃത്താകൃതിയിലുള്ള സ്റ്റാമ്പ് പുറത്തിറക്കിയ ആദ്യ രാജ്യം ഇന്ത്യ. അപ്പോൾ നമുക്കറിയാം ഇന്ത്യയിലെ അല്ലെങ്കിൽ ഏഷ്യയിലെ തന്നെ ആദ്യത്തെ തപാൽ സ്റ്റാമ്പാണ് സിന്ധ് ഡാക്ക്. അപ്പോൾ സിന്ധ് ഡാക്കിൻ്റെ ആകൃതിയായിരുന്നു വൃത്താകൃതി. 1852 കറാച്ചിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റാമ്പ് സിന്ധ് ഡാക്ക് പുറത്തിറങ്ങിയത്. 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഏത് സംഘടനയുടെ ആപ്തവാക്യമാണ് ദാരിദ്ര്യരഹിതമായ ഒരു ലോകത്തിനു വേണ്ടി എന്നത്? ഓപ്ഷൻ ഡി ലോകബാങ്കിൻ്റെ ആപ്തവാക്യമാണ്. ദാരിദ്ര്യരഹിതമായ ഒരു ലോകത്തിനു വേണ്ടി എന്നത് ലോകബാങ്കിൻ്റെ ആപ്തവാക്യമാണ്. 16ാമത്തെ ക്വസ്റ്റ്യൻ. പുതിയ കൊട്ടാരം എന്നർത്ഥം വരുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഓപ്ഷൻ ബി സിക്കിമാണ്. പുതിയ കൊട്ടാരം എന്നർത്ഥം വരുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് സിക്കിം. 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. മനുഷ്യരിൽ ആദ്യം വളരുന്ന ശരീരാവയവം ഏത്? ഓപ്ഷൻ സി ഹൃദയമാണ്. മനുഷ്യരിൽ ആദ്യം വളരുന്ന ശരീരാവയവമാണ് ഹൃദയം. 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം എവിടെ? ഓപ്ഷൻ ഡി തിരുവനന്തപുരത്താണ്. APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്ത്. 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ആണി ചുറ്റിക കൊണ്ട് അടിച്ചു കയറ്റുമ്പോൾ പ്രയോഗിക്കപ്പെടുന്ന ബലം ഏത്? ഓപ്ഷൻ ഡി ആവേഗ ബലമാണ്. ആണി ചുറ്റിക കൊണ്ട് അടിച്ചു കയറ്റുമ്പോൾ പ്രയോഗിക്കപ്പെടുന്ന ബലമാണ് ആവേഗ ബലം. 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഒന്നാം സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ കലാപ പ്രദേശമായിരുന്ന ഭരത്പൂർ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമേത്? ഓപ്ഷൻ ബി രാജസ്ഥാനാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ കലാപ പ്രദേശമായിരുന്ന ഭരത്പൂർ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം രാജസ്ഥാൻ. 21ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഹൈഡ്രജൻ ബോംബിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ എ എഡ്വേർഡ് ടെല്ലറാണ്. ഹൈഡ്രജൻ ബോംബിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എഡ്വേർഡ് ടെല്ലർ. 22ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ വാണിജ്യ ബാങ്ക് ഏത്? ഓപ്ഷൻ സി HDFC ബാങ്കാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ വാണിജ്യ ബാങ്കാണ് HDFC. 23ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അന്താരാഷ്ട്ര തലത്തിൽ സ്ത്രീകൾക്കെതിരെയുള്ള അക്രമ നിർമ്മാർജ്ജന ദിനമായിട്ട് ആചരിക്കുന്ന ദിവസമേത്? ഓപ്ഷൻ ബി നവംബർ 25 അന്താരാഷ്ട്ര തലത്തിൽ സ്ത്രീകൾക്കെതിരെയുള്ള അക്രമ നിർമ്മാർജ്ജന ദിനമായിട്ട് ആചരിക്കുന്ന ദിവസമാണ് നവംബർ 25. നമുക്കറിയാം മാർച്ച് 8 എന്താണ്? അന്താരാഷ്ട്ര വനിതാ ദിനമാണ്. മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനം. 24ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഹൃദയ തടാകം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിൽ? ഓപ്ഷൻ ഡി വയനാട് ജില്ലയിലാണ് ഹൃദയ തടാകം സ്ഥിതി ചെയ്യുന്നത്. വയനാട് ജില്ലയിൽ. 25ാമത്തെ ക്വസ്റ്റ്യൻ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശി ഏത്? ഓപ്ഷൻ എ ഗ്ലൂട്ടിയസ് മാക്സിമസ് പേശിയാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശിയാണ് ഗ്ലൂട്ടിയസ് മാക്സിമസ്. നമുക്കറിയാം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ പേശിയാണ് സ്റ്റപ്പീഡിയസ് പേശി, ചെവിയിലുള്ള സ്റ്റപ്പീഡിയസ് പേശി. 26ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. സോൾട്ട് ലേക്ക് സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്ന നഗരം ഏത്? ഓപ്ഷൻ സി
കൊൽക്കത്തയാണ്. സോൾട്ട് ലേക്ക് സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്ന നഗരമാണ് കൊൽക്കത്ത. 27ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സസ്യലോകത്തെ ഉഭയജീവികൾ എന്നറിയപ്പെടുന്ന സസ്യവിഭാഗം ഏത്? ഓപ്ഷൻ ഡി ബ്രയോഫൈറ്റുകളാണ്. സസ്യലോകത്തെ ഉഭയജീവികൾ എന്നറിയപ്പെടുന്ന സസ്യവിഭാഗമാണ് ബ്രയോഫൈറ്റുകൾ. 28ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഭൂമധ്യരേഖയിലെ മരതകം എന്നറിയപ്പെടുന്ന രാജ്യം ഏത്? ഓപ്ഷൻ ബി ഇന്തോനേഷ്യയാണ്. ഭൂമധ്യരേഖയിലെ മരതകം എന്നറിയപ്പെടുന്ന രാജ്യമാണ് ഇന്തോനേഷ്യ. അപ്പോൾ നമുക്കറിയാം ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏക ഏഷ്യൻ രാജ്യം ഏത് എന്ന് ചോദിച്ചാൽ ഇന്തോനേഷ്യയാണ്. ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏക ഏഷ്യൻ രാജ്യമാണ് ഇന്തോനേഷ്യ. 29ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഹിന്ദി ഭാഷയെ ഔദ്യോഗിക ഭാഷയായി ഭരണഘടന അംഗീകരിച്ചതെന്ന്? ഓപ്ഷൻ എ 1949 സെപ്റ്റംബർ 14 ഹിന്ദി ഭാഷയെ ഔദ്യോഗിക ഭാഷയായിട്ട് ഭരണഘടന അംഗീകരിച്ചത്. 1949 സെപ്റ്റംബർ 14. 30ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. മഴക്കോട്ടുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളുടെ ജലപ്രതിരോധത്തിന് കാരണമായ ബലം ഏത്? ഓപ്ഷൻ ബി പ്രതലബലമാണ്. മഴക്കോട്ടുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളുടെ ജലപ്രതിരോധത്തിന് കാരണമായ ബലമാണ് പ്രതലബലം. 31ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കേരളത്തിൽ പൂർണ്ണമായും വൈദ്യുതീകരിച്ച ആദ്യ ജില്ല ഏത്? ഓപ്ഷൻ സി പാലക്കാട് ജില്ലയാണ്. കേരളത്തിൽ പൂർണ്ണമായും വൈദ്യുതീകരിച്ച ആദ്യ ജില്ലയാണ് പാലക്കാട് ജില്ല. 32ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്ഷീണഹൃദയനായ മിതവാദി എന്ന് ഗോപാലകൃഷ്ണ ഗോഖലെയെ വിശേഷിപ്പിച്ചതാര്? ഓപ്ഷൻ സി ബാലഗംഗാധര തിലകനാണ്. ക്ഷീണഹൃദയനായ മിതവാദി എന്ന് ഗോപാലകൃഷ്ണ ഗോഖലെയെ വിശേഷിപ്പിച്ചത് ബാലഗംഗാധര തിലകൻ. അപ്പോൾ ക്ഷീണഹൃദയനായ മിതവാദി ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. 33ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് വിൻഡോ എന്നത് ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ലോകബാങ്കുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. തേർഡ് വിൻഡോ എന്നത് ലോകബാങ്കുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 34ാമത്തെ ക്വസ്റ്റ്യൻ. നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ആദ്യ രാജ്യം ഏത്? ഓപ്ഷൻ സി സ്പെയിനാണ്. നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ആദ്യ രാജ്യമാണ് സ്പെയിൻ. 35ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ബോർഘട്ട്, താൽഘട്ട് എന്നീ ചുരങ്ങൾ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏത്? ഓപ്ഷൻ ഡി പശ്ചിമഘട്ട പർവ്വതനിരകളിലാണ് ബോർഘട്ട്, താൽഘട്ട് എന്നീ ചുരങ്ങൾ സ്ഥിതി ചെയ്യുന്നത് പശ്ചിമഘട്ട പർവ്വതനിരയിൽ. 36ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു വോളിബോൾ ടീമിലെ കളിക്കാരുടെ എണ്ണം എത്ര? ഓപ്ഷൻ എ 6 പേരാണ്. ഒരു വോളിബോൾ ടീമിലെ കളിക്കാരുടെ എണ്ണം 6. 37ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഭാരവും കാഠിന്യവും കുറവായ തരം ശിലകളാണ് ഡാഷുകൾ? ഓപ്ഷൻ ബി അവസാദ ശിലകളാണ്. ഭാരവും കാഠിന്യവും കുറവായ തരം ശിലകളാണ് അവസാദ ശിലകൾ. 38ാമത്തെ ക്വസ്റ്റ്യൻ. അലർജിയുമായി ബന്ധപ്പെട്ട ശ്വേതരക്താണു ഏത്? ഓപ്ഷൻ എ ഈസ്നോഫിലാണ്. അലർജിയുമായിട്ട് ബന്ധപ്പെട്ട ശ്വേതരക്താണുവാണ് ഈസ്നോഫിൽ. 39ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 1956 നവംബർ 1 നിലവിൽ വന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം എത്ര? ഓപ്ഷൻ ബി 14 സംസ്ഥാനങ്ങളാണ്. 1956 നവംബർ 1 കേരളം ഉൾപ്പെടെ 14 സംസ്ഥാനങ്ങളാണ് നിലവിൽ വന്നത്. അതായത് 1956 നവംബർ 1 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വന്നു. 40ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് ഏതിനം ശിലകളാണ്? ഓപ്ഷൻ സി കായാന്തരിത ശിലകളാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ശിലകളാണ് കായാന്തരിത ശിലകൾ. 41ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ആരുടെ വസതിയായിരുന്നു സാഹിത്യ കുടീരം? ഓപ്ഷൻ ഡി പണ്ഡിറ്റ് കെ പി കറുപ്പൻ്റെ വസതിയായിരുന്നു സാഹിത്യ കുടീരം. പണ്ഡിറ്റ് കെ പി കറുപ്പൻ്റെ വസതിയാണ്.
42ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടിയ ആദ്യ മലയാളി ആര്? ഓപ്ഷൻ സി TC യോഹന്നാനാണ്. ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടിയ ആദ്യ മലയാളിയാണ് TC യോഹന്നാൻ. 43ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിൽ ലക്ഷം വീട് പദ്ധതിക്ക് തുടക്കമിട്ട വർഷമേത്? ഓപ്ഷൻ ബി 1972 കേരളത്തിൽ ലക്ഷം വീട് പദ്ധതിക്ക് തുടക്കമിട്ട വർഷമാണ് 1972. 44ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. താഴെ പറയുന്നവയിൽ ജൂൺ ജൂലൈ മാസത്തിൽ കൃഷി ഇറക്കുന്ന വിള ഏത്? ഓപ്ഷൻ എ ഖാരിഫ് വിളകളാണ്. താഴെ പറയുന്നവയിൽ ജൂൺ ജൂലൈ മാസങ്ങളിൽ കൃഷി ഇറക്കുന്ന വിളയാണ് ഖാരിഫ് വിളകൾ. 45ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയിൽ മൊബൈൽ ഫോൺ സർവീസ് ആരംഭിച്ച വർഷമേത്? ഓപ്ഷൻ സി 1995 ഇന്ത്യയിൽ മൊബൈൽ ഫോൺ സർവീസ് ആരംഭിച്ച വർഷമാണ് 1995. 46ാമത്തെ ക്വസ്റ്റ്യൻ. ശരീരത്തിലെ ഏത് ഭാഗത്തെ ബാധിക്കുന്ന രോഗമാണ് പെരിയോഡോൺടൈറ്റിസ്? ഓപ്ഷൻ ഡി വായയെ അല്ലെങ്കിൽ മോണകളെ ബാധിക്കുന്ന അസുഖമാണ് പെരിയോഡോൺടൈറ്റിസ്. മോണകളെ ബാധിക്കുന്ന അസുഖമാണ്. 47ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. മുന്നോക്കക്കാരിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് 10% സംവരണം ഏർപ്പെടുത്താൻ കാരണമായ ഭരണഘടനാ ഭേദഗതി ഏത്? ഓപ്ഷൻ സി 103 ഭരണഘടനാ ഭേദഗതിയാണ്. മുന്നോക്കക്കാരിലെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്ക് 10% സംവരണം ഏർപ്പെടുത്താൻ കാരണമായ ഭേദഗതിയാണ് 103 ഭേദഗതി. 48ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ആഹാര പാക്കറ്റുകളിൽ ഓക്സിജന്റെ സാന്നിധ്യം ഒഴിവാക്കാൻ ഉപയോഗിക്കുന്ന വാതകം ഏത്? ഓപ്ഷൻ എ നൈട്രജൻ ആണ്. ആഹാര പാക്കറ്റുകളിൽ ഓക്സിജന്റെ സാന്നിധ്യം ഒഴിവാക്കാൻ ഉപയോഗിക്കുന്ന വാതകമാണ് നൈട്രജൻ. 49ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആധുനിക തിരുവിതാംകൂർ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച രാജാവാര്? ഓപ്ഷൻ സി ധർമ്മരാജാവാണ്. ആധുനിക തിരുവിതാംകൂർ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച രാജാവ് ധർമ്മരാജാവ് അല്ലെങ്കിൽ കിഴവൻ രാജാവ്. 50ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. താൽച്ചർ കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ ബി ഒഡീഷയിലാണ് താൽച്ചർ കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്നത് ഒഡീഷ സംസ്ഥാനത്ത്. 51ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്ന പ്രസംഗം നടത്തിയതാര്? ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റുവാണ്. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്ന പ്രസംഗം നടത്തിയത് ജവഹർലാൽ നെഹ്റു. 52ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 1964 ഭാരത സർക്കാർ നിയോഗിച്ച വിദ്യാഭ്യാസ കമ്മീഷൻ ഏത്? ഓപ്ഷൻ ബി കോത്താരി കമ്മീഷനാണ്. 1964 ഭാരത സർക്കാർ നിയോഗിച്ച വിദ്യാഭ്യാസ കമ്മീഷനാണ് കോത്താരി കമ്മീഷൻ. 53ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 1984 വർഷവുമായി ബന്ധമില്ലാത്ത സംഭവം താഴെ പറയുന്നവയിൽ ഏത്? ഓപ്ഷൻ ബി രണ്ടാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണമാണ്. 1984 വർഷവുമായിട്ട് ബന്ധമില്ലാത്ത സംഭവമാണ് രണ്ടാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം. അപ്പോൾ നമുക്കറിയാം രണ്ടാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടന്ന വർഷം 1980. അതുപോലെ ബാക്കി ഇവിടെ പറയുന്ന ഭോപ്പാൽ വാതക ദുരന്തം, ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ, തുടർന്ന് ഇന്ദിരാഗാന്ധിയുടെ മരണം ഇവയെല്ലാം നടന്നത് 1984. 54ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയിൽ വന്യജീവി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷമേത്? ഓപ്ഷൻ എ 1972 ഇന്ത്യയിൽ വന്യജീവി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷമാണ് 1972. 55ാമത്തെ ക്വസ്റ്റ്യൻ. 1975 ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതി ആര്? ഓപ്ഷൻ സി ഫക്രുദ്ദീൻ അലി അഹമ്മദാണ്. 1975 ഇന്ത്യയിലെ ആദ്യത്തെ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതി
ഫക്രുദ്ദീൻ അലി അഹമ്മദ്. അതുപോലെ ആഭ്യന്തര അടിയന്തരാവസ്ഥ പിൻവലിച്ച രാഷ്ട്രപതി ആരാണ്? ബി ഡി ജട്ടിയാണ്. ആക്ടിംഗ് പ്രസിഡന്റ് ആയിരുന്ന ബി ഡി ജട്ടിയാണ് ആഭ്യന്തര അടിയന്തരാവസ്ഥ പിൻവലിച്ചത്. ബി ഡി ജട്ടി. 56-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഹസ്തലക്ഷണ ദീപിക എന്ന ഗ്രന്ഥം അടിസ്ഥാനമാക്കിയിരിക്കുന്ന കലാരൂപം ഏത്? ഓപ്ഷൻ ബി കഥകളിയാണ്. ഹസ്തലക്ഷണ ദീപിക എന്ന ഗ്രന്ഥം അടിസ്ഥാനമാക്കിയിരിക്കുന്ന കേരളത്തിലെ കലാരൂപമാണ് കഥകളി. 57-ാമത്തെ ക്വസ്റ്റ്യൻ. ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചതാര്? ഓപ്ഷൻ ഡി സൈമൺ കമ്മീഷനാണ് ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. സൈമൺ കമ്മീഷൻ. 58-ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവരിൽ ആരാണ് ബനാറസ് ഗൂഢാലോചന കേസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻ സി സച്ചീന്ദ്രനാഥ സന്യാലാണ് ബനാറസ് ഗൂഢാലോചന കേസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. താഴെ പറയുന്നവരിൽ സച്ചീന്ദ്രനാഥ് സന്യാൽ. 59-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. UN പൊതുസഭയിൽ 8 മണിക്കൂർ തുടർച്ചയായി പ്രസംഗിച്ച് റെക്കോർഡിട്ട മലയാളി ആര്? ഓപ്ഷൻ ഡി വി കെ കൃഷ്ണമേനോനാണ് UN പൊതുസഭയിൽ 8 മണിക്കൂർ തുടർച്ചയായി പ്രസംഗിച്ച് റെക്കോർഡിട്ട മലയാളി വി കെ കൃഷ്ണമേനോൻ. 60-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഞാനാണ് രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ച ഫ്രഞ്ച് ചക്രവർത്തി ആരായിരുന്നു? ഓപ്ഷൻ എ ലൂയി 14-ാമനായിരുന്നു. ഞാനാണ് രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ച ഫ്രഞ്ച് ചക്രവർത്തിയായിരുന്നു ലൂയി 14-ാമൻ. 61-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എന്തിൻ്റെ യൂണിറ്റാണ് വെബർ? ഓപ്ഷൻ ഡി കാന്തിക ഫ്ലെക്സിൻ്റെ യൂണിറ്റാണ് വെബർ. കാന്തിക ഫ്ലെക്സിൻ്റെ യൂണിറ്റാണ്. 62-ാമത്തെ ക്വസ്റ്റ്യൻ. ബ്രിട്ടീഷുകാർ തടവിലാക്കിയ INA സൈനികരെ രാജ്യദ്രോഹ കുറ്റം ആരോപിച്ച് വിചാരണ ചെയ്ത വർഷമേത്? ഓപ്ഷൻ സി 1945-ലാണ് ചെങ്കോട്ടയിൽ വെച്ച് ബ്രിട്ടീഷുകാർ തടവിലാക്കിയ INS സൈനികരെ രാജ്യദ്രോഹ കുറ്റം ആരോപിച്ച് വിചാരണ ചെയ്ത വർഷമാണ് 1945. 63-ാമത്തെ ക്വസ്റ്റ്യൻ. പാകിസ്ഥാൻ എന്ന ആശയം കോൺഗ്രസ് തത്വത്തിൽ അംഗീകരിച്ച പദ്ധതി ഏത്? ഓപ്ഷൻ ബി CR ഫോർമുലയാണ്. പാകിസ്ഥാൻ എന്ന ആശയം കോൺഗ്രസ് തത്വത്തിൽ അംഗീകരിച്ച പദ്ധതിയാണ് CR ഫോർമുല. 64-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഷിയോനാഥ് നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന ഉരുക്ക് നിർമ്മാണശാല ഏത്? ഓപ്ഷൻ സി ഭിലായ് ഉരുക്ക് നിർമ്മാണശാലയാണ്. ഷിയോനാഥ് നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന ഉരുക്ക് നിർമ്മാണശാലയാണ് ഭിലായ് ഉരുക്ക് നിർമ്മാണശാല. 65-ാമത്തെ ക്വസ്റ്റ്യൻ. സ്വകാര്യതയ്ക്കുള്ള അവകാശം ഉൾക്കൊള്ളുന്ന അനുച്ഛേദം ഏത്? ഓപ്ഷൻ ബി അനുച്ഛേദം 21 സ്വകാര്യതയ്ക്കുള്ള അവകാശം ഉൾക്കൊള്ളുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 21. 66-ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യ, ചൈന, മ്യാൻമർ എന്നീ 3 രാജ്യങ്ങളുടെ അതിർത്തി സംഗമിക്കുന്ന പർവ്വതം ഏത്? ഓപ്ഷൻ സി ഹക്ക ബൊറാസി പർവ്വതമാണ്. ഇന്ത്യ, ചൈന, മ്യാൻമർ എന്നീ 3 രാജ്യങ്ങളുടെ അതിർത്തി സംഗമിക്കുന്ന പർവ്വതമാണ് ഹക്ക ബൊറാസി. 67-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി എത്ര? ഓപ്ഷൻ ബി 8 ഡിഗ്രി 4 മിനിറ്റ് വടക്ക് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് വടക്ക് വരെയാണ് ഇന്ത്യയുടെ മെയിൻ ലാൻഡിൻ്റെ അക്ഷാംശ വ്യാപ്തിയാണ് 8 ഡിഗ്രി 4 മിനിറ്റ് വടക്ക് ടു 37 ഡിഗ്രി 6 മിനിറ്റ് വടക്ക്. 68-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന മലയാളികൾ എത്ര പേർ? ഓപ്ഷൻ ഡി 17 മലയാളികളാണ്. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന മലയാളികളുടെ എണ്ണമാണ് 17. 69-ാമത്തെ ക്വസ്റ്റ്യൻ. ധാരാതലീയ ഭൂപടങ്ങളിൽ കൃഷിഭൂമി ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന നിറമേത്? ഓപ്ഷൻ സി മഞ്ഞ നിറമാണ്. ധാരാതലീയ ഭൂപടങ്ങളിൽ കൃഷിഭൂമി ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന നിറമാണ് മഞ്ഞ. 70-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. രാസോർജം താപോർജമായി മാറുന്നത് താഴെ പറയുന്നവയിൽ ഏതിൽ?
ഓപ്ഷൻ സി, വിറക് കത്തുമ്പോഴാണ് രാസോർജം താപോർജ്ജമായി മാറുന്നത്. വിറക് കത്തുമ്പോൾ. അപ്പോൾ എല്ലാ വസ്തുക്കളിലുമുള്ള ഊർജ്ജമാണ് രാസോർജം. അപ്പോൾ കത്തുമ്പോൾ രാസോർജം എന്തായിട്ട് മാറുന്നു? താപോർജ്ജവും പ്രകാശോർജ്ജവുമായിട്ട് മാറുന്നു. ഓക്കെ ഫ്രണ്ട്സ്. അതുപോലെ ഫ്രണ്ട്സ്, ഏതൊരു PSC പരീക്ഷയ്ക്കും നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന രീതിയിൽ kerala.pscwinner.co.in എന്ന നമ്മുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ ക്വിസുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാ PSC പരീക്ഷകൾക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ക്വിസുകളാണ്. ഈ ക്വിസുകളുടെ വെബ്സൈറ്റ് ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിച്ച് വെബ്സൈറ്റ് ക്വിസുകൾ കൂടി മാക്സിമം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക.